പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന് താൽക്കാലികമായി ഒരു അയവ് വരാൻ പോവുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും ഗൾഫ് മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിനുമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ സമാധാന ഉടമ്പടികൾക്ക് അതായത് അത്തരത്തിലുള്ള ഒരു സമാധാന ഉടമ്പടിയുടെ കരട് രേഖ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള കരട് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഒരു മാസത്തിനുള്ളിൽ വീണ്ടും തുറക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. ഹോർമൂസ് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം പഴയപടിയാക്കാനും മേഖലയിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കാനുമാണ് ഈ കരട് രേഖ ലക്ഷ്യമിടുന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് കരാർ നടപ്പിലാക്കി 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉള്ള നിർദ്ദേശമുണ്ട്. ഇതിനു പകരമായി അമേരിക്ക മേഖലയിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം കുറയ്ക്കുകയും ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം അവസാനിപ്പിക്കുകയും വേണം. മേഖലയിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ എത്രത്തോളം പിൻവലിക്കണം എന്ന കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോൾ തുടരുകയാണ്. അമേരിക്കൻ സൈന്യം പിന്മാറുന്നതിനനുസരിച്ച് മാത്രം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കരാർ, അതായത് തങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഇറാന്റെ നിർദ്ദേശങ്ങൾ എത്രത്തോളം അമേരിക്ക ഉൾക്കൊള്ളുന്നുവെന്നും അനുസരിക്കാൻ തയ്യാറാകുന്നു എന്നും അതിനനുസരിച്ചായിരിക്കും ഇറാനും നീക്കങ്ങൾ നടത്തുന്നത്. ഒമാന്റെ സഹകരണത്തോടെ സമുദ്ര വ്യാപാരം പഴയ നിലയിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. എന്തായാലും ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഒമാനുമായി ചേർന്ന് ഇറാൻ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് കരട് കരാറിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതേസമയം സൈനിക കപ്പലുകളെ ഈ കരാറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ശത്രു രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ഈ പാതയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ കരാർ നടപ്പിലാകുന്നതിന് മുൻപ് കൃത്യമായ പരിശോധനകൾ വേണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഏകോപനത്തോടെയാണ് കപ്പലുകൾ ഈ പാതയിലൂടെ സഞ്ചരിച്ചു വരുന്നത്. അമേരിക്ക ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങൾക്കും ബോട്ടുകൾക്കും നേരെ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ സമാധാന ശ്രമങ്ങൾ നടക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. അതായത് 60 ദിവസത്തിനുള്ളിൽ ഈ കരാറിൽ അന്തിമ തീരുമാനമുണ്ടായാൽ അത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയമായി അംഗീകരിക്കപ്പെട്ടേക്കാം. മേഖലയിൽ വീണ്ടും യുദ്ധമുണ്ടാകാതിരിക്കാൻ അമേരിക്കയ്ക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ട്. അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ നട്ടെല്ലൊടിക്കുന്ന തരത്തിൽ ഇറാൻ നടത്തിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മിസൈൽ ആക്രമണമാണ് ഇത്. അതായത് ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്കിൽ നിന്നും 700 ജിഗാബൈറ്റ് അതീവ രഹസ്യ വിവരങ്ങളാണ് ഇറാന്റെ സൈബർ യോദ്ധാക്കൾ ചോർത്തിയെടുത്തത്. തങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് സൈനിക ഭീഷണികൾ കൊണ്ടും തളർത്താൻ നോക്കുന്ന അമേരിക്കയ്ക്കും അവരുടെ സ്വന്തം സാങ്കേതിക വിദ്യയുടെ മുകളിലിരുന്ന് ഇറാൻ നൽകിയ ഈ മറുപടി ലോക സൈനിക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറി. അപ്പോൾ ഇസ്രയേലിലെ ടെൽ അവീവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാംബിറ്റ് സെക്യൂരിറ്റി എന്ന സൈബർ നിരീക്ഷണ ഏജൻസിയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പൊതുഗതാഗത ശൃംഖലകളിലൊന്നായ ലോസ് ആഞ്ചൽസ് കൗണ്ടി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയുടെ സെർവറുകളിലേക്ക് ഇറാന്റെ ഔദ്യോഗിക പിന്തുണയുള്ള അബാബ് ഓഫ് മിനാബ് എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് അതിക്രമിച്ചു കയറുകയായിരുന്നു. വിശുദ്ധ ഖുറാനിലെ ആനക്കൂട്ടത്തെ കല്ലെറിഞ്ഞു വീഴ്ത്തിയ അബാബിലെ പക്ഷികളെ അനുസ്മരിപ്പിക്കുന്ന പേരുമായി വന്ന ഈ ഹാക്കർമാർ അമേരിക്കൻ സൈബർ പ്രതിരോധത്തിന്റെ കണ്ണ് വെട്ടിച്ച് നടത്തിയ ഈ നീക്കം വെറുമൊരു ഡാറ്റ ചോർച്ചയല്ല, പകരം അമേരിക്കൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെയും ഡിജിറ്റൽ സംവിധാനങ്ങളെയും പൂർണ്ണമായും നിശ്ചലമാക്കാൻ ഇറാന് ശേഷിയുണ്ട് എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ്. ട്രെയിൻ, ബസ് സർവീസുകളുടെ ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ, അറൈവൽ സ്ക്രീനുകൾ, യാത്രാ കാർഡുകൾ റീലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഒരു ഒറ്റ ക്ലിക്കിൽ ഇവർ എന്ത് ചെയ്തു? പാടെ തകിടം മറിച്ചു കളഞ്ഞു. അപ്പോൾ സൂപ്പർ പവർ എന്ന് സ്വയം അഹങ്കരിക്കുന്ന അമേരിക്കയ്ക്ക് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഈ ആക്രമണത്തിലൂടെ ഇറാൻ തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനു പിന്നാലെയാണ് കരാർ എന്ന സത്യത്തിലേക്ക്, അതായത് ഇനിയും ഇറാനുമായി ഉടക്കി നിന്നിട്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിൽ അമേരിക്ക എന്ത് ചെയ്തു? ഒരു കരാറിലേക്ക് എത്താൻ തീരുമാനിച്ചതും.
അതായത് ഈ സത്യമാണ് ഇപ്പൊ അമേരിക്കയും ഇറാനും അടുത്തിരിക്കുന്നത്. അതായത് കരാർ എന്ന സത്യത്തിലേക്ക് വീണ്ടും അടുത്തിരിക്കുന്നത്. കാരണം പരസ്പരം ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായില്ല എങ്കിൽ യുദ്ധം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്.